ഓണക്കാലൊക്കെ ആവുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ മൂന്ന് പേരും ഈ നാടൻ വേഷത്തിൽ എങ്ങടാന്നല്ലേ, കാനഡയിലുള്ള ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് യാത്ര. അതെ, ഇവിടെ കാനഡയിലും ഉണ്ട് ഒരു ഗുരുവായൂർ അമ്പലം. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു വരികയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത്. ഈ കാണുന്ന വീഡിയോ ആ ദിവസങ്ങളിലുള്ളതല്ല കേട്ടോ, കാരണം ആ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. ചെണ്ടമേളവും പൊങ്കാലിയും പറയെടുപ്പും എന്ന് വേണ്ട നിറച്ച ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ല. അപ്പം ഞങ്ങൾ അതിന് മുൻപ് ഒരു ദിവസം പോയപ്പോൾ അന്നേരം വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ, അതായത് കേരളത്തിലുള്ള ഒരു അമ്പലത്തിൽ പോയൊരു ഫീലാണ്. ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട്, പക്ഷേ അവിടെയൊന്നും നമുക്കൊരു എന്താ പറയുക, ഒരു കേരളത്തിലുള്ള ഒരു അമ്പലത്തിൽ പോയൊരു ഫീല് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ ഒരു അഷ്ടപതിയും അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ശരിക്കും ഒരു നാട്ടിൽ എങ്ങനെയാണോ ഒരു അമ്പലത്തിൽ പോകുന്ന അതേ ഒരു ഫീലാണ്. പ്രതിഷ്ഠയൊക്കെ ഏകദേശം നമ്മുടെ ഗുരുവായൂർ അമ്പലം പോലെ തന്നെയാണ് കേട്ടോ. വഴിപാടുണ്ട്, ഉണ്ണിയപ്പവും അതുപോലെ പായസവും എന്ന് വേണ്ട എല്ലാം ഉണ്ട്. ഈ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഗംഭീര സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി കലാകാരന്മാരുടെ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ. കാർത്തും ഇത് കണ്ടിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാണ് കേട്ടോ. എനിക്കും കിട്ടിയ ഒരു അവസരം, ഒരു പാട്ട് പാടാനൊക്കെ ആയിട്ടൊരു അവസരമൊക്കെ കിട്ടി. അവിടെ നിന്ന് ഒരു ചെറിയൊരു സമ്മാനമൊക്കെ കിട്ടി. അങ്ങനെ വലിയ സന്തോഷം.